മുൻ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വിവിധ അഴിമതി ആരോപണങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് യു.ഡി.എഫ് സർക്കാർ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം കുന്നത്തുനാട് മുൻ എം.എൽ.എയും CPM പ്രമുഖ നേതാവുമായ PV ശ്രീനിജിനെതിരെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശ്രീനിജൻ MLA ആയിരുന്ന കാലയളവിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന ഗുരുതരമായ പരാതിയിലാണ് ഇപ്പോൾ ഔദ്യോഗികമായി അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ അവസാന നാളുകളിൽ ഉയർന്നു വന്ന ഈ പരാതിയിൽ പുതിയ ഭരണകൂടം അധികാരമേറ്റതിന് പിന്നാലെ അതീവ പ്രാധാന്യത്തോടെയാണ് ഫയലുകൾ നീക്കിയതും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതും. സ്ലേറ്റ് എന്ന പേരിൽ കുന്നത്തുനാട് മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ നിഴലിലായിരിക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR ഫണ്ട് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ചുമതലപ്പെടുത്തിയിരുന്നത് സെന്റ് തെരേസസ് വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടനയായിരുന്നു. 2023-24 അധ്യയന വർഷത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളായി 1,90,00,000 രൂപയോളം BPCL ഈ സൊസൈറ്റിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ തുക പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടും സ്കൂളുകളിൽ പറയത്തക്ക യാതൊരുവിധ പ്രവർത്തനങ്ങളോ ഭൗതിക സാഹചര്യ വികസനങ്ങളോ നടത്തിയിട്ടില്ലെന്നാണ് പ്രധാന ആരോപണം. യൂത്ത് കോൺഗ്രസ് നേതാവായ ജസൈൽ ജബ്ബാറാണ് ഈ വൻ സാമ്പത്തിക ക്രമക്കേടിനെതിരെ ആദ്യമായി രംഗത്തു വന്നതും നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ചതും. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ ജസൈൽ ജബ്ബാർ വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് നൽകിയ ഈ പരാതിയിലാണ് ഇപ്പോൾ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം വേഗത്തിലാക്കാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിവാദങ്ങളോട് പ്രതികരിച്ച ശ്രീനിജൻ തനിക്കെതിരെ നടക്കുന്ന ഏത് തരത്തിലുള്ള ഉന്നതതല അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്തതായി വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച ആരോപണമാണിതെന്നും തന്റെ പൊതുജീവിതം സുതാര്യമാണെന്നും തെറ്റായ ഒന്നും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിലൂടെ തെളിയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നിരുന്നാലും മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തെ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുന്ന യു.ഡി.എഫ് സർക്കാരിന്റെ ഈ നീക്കം ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് മുൻ MLA ക്കും CPM നും ഒരുപോലെ നിർണായകമാകും.